ഹലോ ഗൈസ്, അജിത് ഹിയർ. ഞാനിവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. 2018 നീറ്റ് എഴുതിയിട്ടാണ് ഞാനിവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ലാസ്റ്റ് 10 days ഓഫ് നീറ്റ് ആണല്ലേ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്ട്രെങ്ത്തോടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും എന്നറിയാം. എല്ലാവരും ഭയങ്കര ടെൻസ്ഡും ആൻഷ്യസൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ച് എന്താ പറയുക, നമ്മളിപ്പോൾ നീറ്റ് വഴി കയറിക്കഴിഞ്ഞാൽ ഏത് കോളേജിൽ കയറുന്ന ആലോചിച്ച് അയ്യോ എനിക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡ്രീം കോളേജ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കുറേ പേർക്ക് എയിംസിൽ പോകണം എന്നുള്ളവരുണ്ടാവും, അതുപോലെ എന്താ പറയുക മറ്റു പല കോളേജിൽ FMCയിൽ പോകണം എന്നുള്ളവരുണ്ടാവും, കോഴിക്കോട് വരണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്താ പറയുക എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മുടെ ഡ്രീം കോളേജിൽ കയറുക, അയ്യോ ഇത്ര മാർക്ക് എനിക്ക് ഇനിയിപ്പോൾ ആ മാർക്ക് കിട്ടാനുള്ള ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ, എനിക്കത് കിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അനാവശ്യമായിട്ട് സമയം കളയുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് ആ ഒരു സമയം കൂടി പോവാന്നല്ലാണ്ട് നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് പെട്ടെന്ന് നിങ്ങളെ അത് ഒരിക്കലും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പോൾ കാമായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക്, നിങ്ങളുടെ ബെസ്റ്റ് ഇത്രയും കാലം ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ആ റിസൾട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യുക. റിസൾട്ട് ഔട്ട്പുട്ടിനെ കുറിച്ച് ഇപ്പോൾ അധികം ചിന്തിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ബാംഗ്ലൂർ പഠിക്കണം, ഡൽഹിയിൽ പഠിക്കണം, എയിംസിൽ പഠിക്കണം, ജിപ്മറിൽ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് അറിയുമോ, എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ജിപ്മർ ഒരു ഓപ്ഷനായിരുന്നു. ഒന്നല്ലെങ്കിൽ ജിപ്മറിൽ കയറായിരുന്നു, അല്ലെങ്കിൽ എയിംസ് ഡൽഹി ഒഴിച്ചിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള എയിംസുകളിൽ കയറായിരുന്നു. പിന്നെ എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കോളേജ് എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ മാറി. റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജ്, നല്ലൊരു കോളേജ് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയോറിറ്റീസും മാറും. കണ്ടോ, മനസ്സിലായില്ലേ? ചിലവർക്ക് മാറും, പല രീതിയിലായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ വാല്യുബിൾ ടൈം കളയുക എന്നുള്ളത് ഇപ്പോൾ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് ഇടുക. നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ എന്താ പറയുക ലാസ്റ്റ് 10 days ആർ വെരി ക്രൂഷ്യൽ. അപ്പോൾ ഈ ടൈമിൽ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് ഇടുക. അത് നിങ്ങളുടെ ഗോളിലോട്ട് നിങ്ങളെ ഭയങ്കര ക്ലോസ് ആയിട്ട് എത്തിക്കും. അപ്പോൾ ഈ കാര്യമാണ് പറയാനുള്ളത്. ഈ കാര്യം പറയാനാണ് നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.